ഇത് എളുപ്പത്തിൽ പറയാൻ ലഘു ഗുരു എന്നുള്ള നിയമമേ ഉള്ളൂ. അതിന് ഗണത്തിനെ പറയുമ്പോൾ ജലം ജഗം നിരന്നു വന്നു പഞ്ചനാമരം. ഒടുക്കം ഗുരു വരണം, അതിനാണ് ജഗം എന്ന് പറയുന്നത്. ഉദാഹരിച്ച പദ്യം ശങ്കരാചാര്യ സ്വാമികളിലാണ്. ഗണേശ പഞ്ചരത്നം എന്നൊരു സ്തോത്രമുണ്ട്. അതിലത്തെ പദ്യ മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാധരാമതംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നദാശുഭാശുനാശകം നമാമി തം വിനായകം. മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നദാശുഭാശുനാശകം നമാമി തം വിനായകം. മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം കലാധരാവതംസകം വിലാസി ലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നദാശുഭാശുനാശകം നമാമി തം വിനായകം. മാലിനി എന്നുള്ള അർത്ഥം. 4 വരിയിലും 15 അക്ഷരം. മത്സരങ്ങൾക്കൊക്കെ അക്ഷരശ്ലോക മത്സരങ്ങൾക്കൊക്കെ വലിയ ശ്ലോകം എന്ന് പറഞ്ഞാൽ സാധുരകൃതം മുതൽ മേപ്പെട്ടുള്ള 19, 20, 21, 22 മേള അക്ഷരങ്ങളാണ് വലിയ വൃത്തെന്ന് പറഞ്ഞാൽ. ഇടയിലുള്ള വൃത്തെന്ന് പറഞ്ഞാൽ മാലിനി മുതൽക്ക് മല്ലിക വരെ എന്ന് വെച്ചാൽ 15, 16, 17, 18 അക്ഷരങ്ങൾ വരുന്ന പുസ്തകങ്ങൾ. അതിൽ 15 അക്ഷരങ്ങൾ 4 വരി. പിന്നെ വസന്തരകം മണിക്ക് കീഴ്പ്പെട്ടായ ചെറിയ പുസ്തകങ്ങളാണ്. ഇതിന് നനമയ യുഗം 8ൽ തട്ടണം. 8ൽ തട്ടുന്നതിന് 8ാമത്തെ അക്ഷരത്തിൽ എഴുതി വരണം. അങ്ങനെ ഭംഗിയുള്ളൂ. ഉദയഗിരി ചുവന്നു നല്ലോണം മുറിഞ്ഞാണ്. ഭാനുബിംബം വിളങ്ങി അങ്ങനെ മുറിഞ്ഞു വരണം. നല്ല ഭംഗിയുള്ളൂ. യതി വളരെ പ്രധാനമാണ് ശ്ലോകത്തിന്റെ ഭാവം നിലനിർത്താൻ. ഇവിടെ ഉദയഗിരി ചുവന്നു ഭാനുബിംബം വിളങ്ങി നളിനകുഹരജാലേ മന്ദഹാസം തുടങ്ങി കണിമതിമറവായി ശംഖനാദം മുഴങ്ങി ഉണരുക കണി കാൺമാൻ അംബരേശ. തൃച്ചംബരേശനെ സ്തുതിക്കുന്ന പദ്യമാണ്. പ്രഭാതവർണ്ണൻ തന്നെയാണ് എല്ലാം ചെവികളും. ഉദയഗിരി ചുവന്നു ഭാനുബിംബം വിളങ്ങി നളിനമുകുളജാലേ മന്ദഹാസം തുടങ്ങി പനിമതിമറവായി ശംഖനാദം മുഴങ്ങി ഉണരുക കണി കാൺമാൻ അംബരേശ. ഉദയഗിരി ചുവന്നു ഭാനുബിംബം വിളങ്ങി നളിനമുകുളജാലേ മന്ദഹാസം തുടങ്ങി പനിമതിമറവായി ശംഖനാദം മുഴങ്ങി ഉണരുക കണി കാൺമാൻ അംബരേശ. ഞാൻ ഒരു